Good morning, children. Welcome to science class. We are studying chapter 11, push and pull, and half part we finished. Today we are going to study types of forces. എന്താണ് ഫോഴ്സ് എന്ന് നമ്മൾ പഠിച്ചു. പുഷ് ആൻഡ് പുൾ മേക്സ് എ ഫോഴ്സ് അല്ലേ? അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഫോഴ്സ് ഉണ്ടാകുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് GRAVITATIONAL ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. A ball when thrown upwards come down after covering some distance അല്ലേ? മുകളിലേക്ക് ഒരു പന്തിട്ടാൽ കുറച്ച് കഴിയുമ്പോൾ അത് തിരിച്ചു വരുന്നു. പിന്നെ അതുപോലെ നമ്മൾ മാവേലെറിയാറുണ്ടല്ലേ? കല്ല് പറക്കി അല്ലെ കമ്പെടുത്തെറിയാറുണ്ട് മുകളിലോട്ട്. കുറച്ച് ദൂരം മുകളിലോട്ട് പോയിട്ട് എന്തോ സംഭവിക്കും, ആ കമ്പ് അല്ലെങ്കിൽ കല്ല് താഴേക്ക് വരും. ദിസ് ഹാപ്പൻസ് ഡ്യൂ ടു ദ ഫോഴ്സ് കോൾഡ് ഗ്രാവിറ്റി. അപ്പോൾ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഫോഴ്സ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ദ ഫോഴ്സ് ദാറ്റ് പുൾസ് എവറി ഒബ്ജക്റ്റ് ഡൗൺവേർഡ്സ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് എർത്ത് ഈസ് കോൾഡ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓർ ഗ്രാവിറ്റി. അപ്പം നമ്മുടെ എർത്ത് ലിവിങ് തിങ്സ് ഉള്ള ഒരേ ഒരു പ്ലാനറ്റാണ് എർത്ത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ എർത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ വസ്തുക്കളെയും അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നിർത്തുന്നു. ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓർ ഗ്രാവിറ്റി. ഫോഴ്സ് ദാറ്റ് പുൾസ് എവരി ഒബ്ജക്റ്റ് ടുവേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് ആൻഡ് ടുവേർഡ്സ്, താഴേക്കും അതിലേക്കും അതിൻ്റെ സെൻറ്ററിലേക്കും എർത്തിൻ്റെ സെൻറ്ററിലേക്കും അട്രാക്റ്റ് ചെയ്ത് നിർത്തുന്ന ആ ഫോഴ്സ്, അതിനെയാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് പേഴ്സൺ ഹു ഡിസ്കവേർഡ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി വാസ് സർ ഐസക് ന്യൂട്ടൺ. അപ്പോൾ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിച്ചത് ആരാണ്? സർ ഐസക് ന്യൂട്ടൺ. കേട്ടിട്ടുണ്ടോ ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണ കഥ കേട്ടിട്ടുണ്ടോ? ഐസക് ന്യൂട്ടന് ഇങ്ങനെ ഒരു ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒരു ആപ്പിള് തലയിൽ വന്ന് വീണു. അപ്പോൾ എന്തോ സംഭവിച്ചു? അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഈ ആപ്പിൾ മേളിലോട്ട് പോകാത്തത്, താഴേക്ക് തന്നെ വീണത്? മരത്തിൽ കിടന്ന ആപ്പിളല്ലേ? അപ്പോൾ അങ്ങനെ ചിന്തിച്ച് അതിൽ നിന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ആ വസ്തുക്കളെല്ലാം എർത്തിൽ തന്നെ വന്ന് വീഴുന്നത്. അതുപോലെ ഇപ്പോൾ ചൊവ്വയിലൊക്കെ പോകാൻ തുടങ്ങുന്നു അല്ലേ? മാഴ്സിൽ മൂണിൽ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മൂണിൽ പോയതിൻ്റെ വീഡിയോ ഒക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ സ്ലോ മോഷനിൽ നടക്കുന്ന പോലെയാണ്. എന്ന് വെച്ചാൽ അതിന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വളരെ കുറവാണ്, ഇല്ല തന്നെ. അപ്പോൾ ഈ ഭൂമിയിൽ ഒരു 30 kg ഭാരമുള്ള ഒരു വസ്തുവിനെ മൂണിൽ ചെന്നാൽ 5 കിലോയെ കാണത്തുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എർത്തിനാണ് കൂടുതലായിട്ടുള്ളത്. നെക്സ്റ്റ് ഫോഴ്സ് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ്? ദ ഫോഴ്സ് ദാറ്റ് ആക്ട്സ് whenever any two objects rub together or come in contact is called frictional force or friction. ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ, റബ്ബ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? റബ്ബ് ചെയ്യുക എന്ന് വെച്ചാൽ ഉരസുക. ഇതൊരു സ്കെയിലാണ്. ഞാൻ ഈ പേപ്പറിൽ ഇത് റബ്ബ് ചെയ്യുകയാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൾവേസ് ആക്ട് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ മൂവിങ് ഒബ്ജക്റ്റ്. അപ്പോൾ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു, ഇത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നത് ഈ വസ്തുവിൻ്റെ ലെഫ്റ്റിലേക്കായിരിക്കും. ഏത് സൈഡിലേക്കാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നത്. എക്സാമ്പിൾ ഇവിടെ ഒരു കാറ് മൂവ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയാൻ അത് ഫോർവേഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റായിട്ട് ഇങ്ങോട്ടായിരിക്കും, ലെഫ്റ്റിലേക്കായിരിക്കും. Then friction slows down a moving object or completely stops it from moving. അപ്പം നമ്മളൊരു പന്ത് എടുത്തെറിയുക, അതങ്ങ് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുമോ? ഇല്ല, കുറച്ച് കഴിയുമ്പോൾ അത് സ്റ്റോപ്പാകും അല്ലേ? അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു സ്റ്റോപ്പാകുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലായിരുന്നെങ്കിൽ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു.